നമസ്കാരം. കേരള ഹൈക്കോടതിയിലെ ഒരു പ്രധാനപ്പെട്ട കേസിലേക്കാണ് നമ്മളിന്ന് ശ്രദ്ധ കൊടുക്കുന്നത്. നമസ്കാരം. അതെ, ഒരു ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റും പിന്നെ കേരള ബാർ കൗൺസിലും തമ്മിൽ നടന്ന ഒരു നിയമ പോരാട്ടമുണ്ട്. അതിന്റെ ഒരു ഹൈക്കോടതി വിധിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ശരിയാണ്. അപ്പോ എന്താണ് ഈ ഒരു തർക്കം? എന്തുകൊണ്ടിത് ഇത്ര ശ്രദ്ധേയമായി? കോടതിയുടെ കണ്ടെത്തൽ എന്തായിരുന്നു? നമുക്കതൊന്ന് വിശദമായി നോക്കാം, അല്ലേ? തീർച്ചയായും. ഇത് ശരിക്കും പറഞ്ഞാല് ഒരു സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിയുടെ പരാതി വന്നു. ഓഹോ. അതിന്റെ അടിസ്ഥാനത്തില് ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായ അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായിക്കെതിരെ കേരള ബാർ കൗൺസിൽ ഒരു അച്ചടക്ക നടപടി തുടങ്ങി. ഓക്കെ. അപ്പോൾ ആ നടപടി നിയമപരമായി ശരിയാണോ? പ്രത്യേകിച്ചും ബാർ കൗൺസിലിന് അതിന് അധികാരമുണ്ടോ? അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ശരിയായിരുന്നോ? ഇതൊക്കെയാണ് പ്രധാനമായും ചോദ്യം ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നത്. അത് കൊടുക്കുന്നത് ശരിയാണ്. ഇതിന് കാരണം ഫെബ്രുവരി 9 ഒരു ജഡ്ജി കൊടുത്ത പരാതിയാണെന്ന് പറയുന്നു. കോടതിയിൽ ശബ്ദമുയർത്തി, ജഡ്ജിയെ ഒരുമാതിരി സമ്മർദ്ദത്തിലാക്കാൻ നോക്കി, അങ്ങനെയൊക്കെയാണ് ആരോപണങ്ങൾ. ഈ നോട്ടീസ് കിട്ടിയപ്പോൾ ഇതിനെതിരെ ഷേണായി ആദ്യം ഹൈക്കോടതി സിംഗിൾ ജഡ്ജിയെ സമീപിച്ചു. ഒരു റിട്ട് ഹർജി കൊടുത്തു. WP C-No 7660/2023. അതെ. അതിൽ പറഞ്ഞത് ബാർ കൗൺസിലിന് ഇത് നടപടിയെടുക്കാൻ അധികാരമില്ല, പിന്നെ നടപടിക്രമങ്ങളൊന്നും ശരിക്ക് പാലിച്ചില്ല എന്നൊക്കെയാണ്. എന്നിട്ടെന്തായി? പക്ഷേ സിംഗിൾ ജഡ്ജി 2025 മെയ് 2 ആ ഹർജി തള്ളി. എന്നിട്ട് പറഞ്ഞു അച്ചടക്ക സമിതിയുടെ മുന്നിൽ പോയി കാര്യങ്ങൾ ബോധിപ്പിക്കാൻ. ഓക്കെ. അപ്പോ അതിനെതിരെയാണല്ലേ ഈ അപ്പീൽ പോയത്? WA 1043/2025. അതെ. ഡിവിഷൻ ബെഞ്ചിലാണ് ഈ അപ്പീൽ വന്നത്. അപ്പീലില് ഷേണായി കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചല്ലോ. ഒന്നാമത്തെ കാര്യം, ഈ ബാർ കൗൺസിലിന്റെ നടപടി ശരിക്കും സുവോ മോട്ടോ, അതായത് സ്വമേധയാ എടുത്തതാണോ അതോ ജഡ്ജിയുടെ പരാതി കിട്ടിയിട്ടെടുത്തതാണോ? അതൊരു പ്രധാന പോയിന്റ് ആയിരുന്നു. കാരണം നോട്ടീസിൽ പറയുന്നുണ്ട് പരാതി ലഭിച്ചു എന്ന്. അപ്പൊ അത് നടപടിക്രമങ്ങളെ ബാധിക്കുമല്ലോ. തീർച്ചയായും. കാരണം പരാതിയാണെങ്കിൽ അഭിഭാഷക നിയമത്തിലെ സെക്ഷൻ 35 അനുസരിച്ചുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. അത് കൃത്യമായി പാലിക്കണം. അത് പാലിച്ചില്ലെന്നാണോ വാദം? അതെ. അതുപോലെ രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നം ഈ അധികാരപരിധിയുടേതായിരുന്നു. ബാർ കൗൺസിലിന്റെ കാലാവധി കഴിഞ്ഞ കാര്യം അല്ലേ? അതെ. തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലിന്റെ കാലാവധി 2023 നവംബർ 6 കഴിഞ്ഞു. ഓക്കെ. പിന്നെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു 6 മാസത്തേക്ക് നീട്ടിക്കൊടുത്തു. അതും 2024 മെയ് 6 കഴിഞ്ഞു. എന്നിട്ട് നിയമത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ കാലാവധി കഴിഞ്ഞാൽ സെക്ഷൻ 8A പ്രകാരം ഒരു സ്പെഷ്യൽ കമ്മിറ്റി ഉണ്ടാക്കണമെന്ന്. അതുണ്ടായില്ല. അപ്പോൾ നിയമപരമായി അധികാരമില്ലാത്തൊരു ബോഡിക്ക് എങ്ങനെയാണ് ഒരു അച്ചടക്ക നടപടി എടുക്കാൻ പറ്റുക? അതായിരുന്നു പ്രധാന ചോദ്യം. ശരിയാണ്. ഈ വെരിഫിക്കേഷന് വേണ്ടി കാലാവധി നീട്ടിയത് ഇതിന് ബാധകമല്ല എന്ന വാദവും ഉണ്ടായിരുന്നു. BCI ചട്ടം 32 പ്രകാരം വെരിഫിക്കേഷന് വേണ്ടി നീട്ടിയത് കൗൺസിലിന്റെ എല്ലാ അധികാരങ്ങളും, അതായത് അച്ചടക്ക നടപടി പോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം നിലനിർത്തുന്നില്ല എന്നായിരുന്നു വാദം. പിന്നെ കോടതി നടപടികളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് കിട്ടിയില്ല എന്നതും ഒരു വിഷയമായിരുന്നല്ലോ. അതെ. അത് കിട്ടിയിരുന്നെങ്കിൽ താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാമായിരുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. ഒരു തരത്തിൽ നീതി നിഷേധിച്ചുവെന്ന്. പിന്നെ സിംഗിൾ ജഡ്ജി വിധി പറയാൻ വൈകിയതും ഒരു വിഷയമായി ഉന്നയിച്ചു. വാദം കേട്ട് ഏകദേശം 11 മാസം കഴിഞ്ഞാണ് വിധി വന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും നിർണായകമായ വാദം അതല്ലല്ലോ. അതെ. ഏറ്റവും പ്രധാനം, ഇതേ ആരോപണങ്ങളിൽ, ഇതേ സംഭവത്തിന്റെ പേരിൽ ഹൈക്കോടതിയുടെ തന്നെ മറ്റൊരു ഡിവിഷൻ ബെഞ്ച് ഒരു കോടതിയലക്ഷ്യ കേസിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു എന്നതാണ്. കോൺട്രേബ് കേസ് No. 2/2023, 2024 ഒക്ടോബറിലെ വിധി. അതെ. അപ്പോൾ ചോദ്യമിതാണ്, ഒരേ സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് കുറ്റക്കാരൻ അല്ല എന്ന് കണ്ടെത്തി. പിന്നെങ്ങനെ അതേ ആരോപണങ്ങളുടെ പേരിൽ ബാർ കൗൺസിലിന് നടപടിയുമായി മുന്നോട്ടു പോകാനാകും? ശരിയാണ്. അത് നിയമത്തിന്റെ ഒരു അടിസ്ഥാന തത്വത്തിനെതിരാവില്ലേ? അതെ. അതോടൊപ്പം ബാർ കൗൺസിൽ യോഗം ചേർന്നതിലെ ചില നടപടിക്രമ പിഴവുകളും, നോട്ടീസ് കൊടുക്കാനുള്ള സമയം സംബന്ധിച്ച ചട്ടം 7 പാലിച്ചില്ല എന്നും വാദിച്ചു. അപ്പോ ഈ വാദങ്ങളൊക്കെ കേട്ടിട്ട് ഡിവിഷൻ ബെഞ്ച്, അതായത് ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരിയും ജസ്റ്റിസ് ശ്യാംകുമാർ VM-ഉം എന്താണ് കണ്ടെത്തിയത്? കോടതി ഷേണായിയുടെ വാദങ്ങൾ പ്രധാനമായും ശരിവച്ചു. ഒന്നാമതായി, ബാർ കൗൺസിൽ നടപടി ശരിക്കും സ്വമേധയായി എടുത്തതല്ല, ജഡ്ജിയുടെ പരാതി കിട്ടിയിട്ടാണ് എടുത്തത്. ഓക്കെ. അപ്പോൾ ആ സെക്ഷൻ 35 പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് കോടതി കണ്ടു. ഈ അധികാരപരിധിയുടെ കാര്യത്തിലോ?
കാലാവധി കഴിഞ്ഞിട്ടും കമ്മിറ്റി ഉണ്ടാക്കാത്ത പ്രശ്നം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കണ്ടെത്തലായി. കോടതി പറഞ്ഞു, കാലാവധി കഴിഞ്ഞിട്ടും സെക്ഷൻ 8A പ്രകാരം സ്പെഷ്യൽ കമ്മിറ്റി ഉണ്ടാക്കാത്തതുകൊണ്ട് ബാർ കൗൺസിലിന് അച്ചടക്ക നടപടിയുമായി മുന്നോട്ടു പോകാൻ നിയമപരമായ അധികാരമില്ലായിരുന്നു. ആ, വെരിഫിക്കേഷനു വേണ്ടി കാലാവധി നീട്ടിയതോ? അത് അച്ചടക്ക നടപടിയെടുക്കാനുള്ള അധികാരത്തിന് ബാധകമല്ലെന്ന് കോടതി വ്യക്തമാക്കി. BCIയുടെ ചട്ടങ്ങൾക്ക് നിയമത്തിലെ വ്യവസ്ഥകളെ മറികടക്കാൻ പറ്റില്ല എന്നും കോടതി പറഞ്ഞു. വളരെ വ്യക്തമായ നിലപാട്. റെക്കോർഡിംഗ് നിഷേധിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? റെക്കോർഡിംഗുകൾ ലഭ്യമാക്കാതിരുന്നത് ഒരു നീതി നിഷേധമായി കാണാമെന്ന് കോടതി നിരീക്ഷിച്ചു. പക്ഷേ ഏറ്റവും നിർണായകമായ കാര്യം ആ കോടതിയലക്ഷ്യ കേസിലെ വിധി തന്നെയായിരുന്നു. അതായത്, ഒരേ വിഷയത്തിൽ കോടതി കുറ്റവിമുക്തനാക്കിയാൽ പിന്നെ ബാർ കൗൺസിലിന് അതേ വിഷയത്തിൽ മറ്റൊരു നിലപാടെടുക്കാൻ പറ്റില്ല എന്നാണോ? കൃത്യമായി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കോടതിയലക്ഷ്യ കേസിൽ ഷേണായിയെ കുറ്റവിമുക്തനാക്കിയത് ഇതേ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ശരി. അതുകൊണ്ട് അതേ കാരണങ്ങൾ വെച്ച് ബാർ കൗൺസിലിന്റെ അച്ചടക്ക സമിതിക്ക് മറ്റൊരു കണ്ടെത്തലിലെത്താനോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ആ കണ്ടെത്തലിനെ മറികടക്കാനോ പറ്റില്ലെന്ന് കോടതി ഉറപ്പിച്ചു പറഞ്ഞു. കാരണം കാണിക്കൽ നോട്ടീസിൽ സാധാരണ കോടതി ഇടപെടാറില്ലല്ലോ. ഇല്ല. പക്ഷേ ഈ കേസിൽ, പ്രത്യേകിച്ചും ആ കോടതിയലക്ഷ്യ കേസിലെ വിധിയുള്ളതുകൊണ്ട് ഇടപെടേണ്ടത് അത്യാവശ്യമാണെന്ന് കോടതിക്ക് തോന്നി. അപ്പോ അന്തിമമായി എന്താണ് സംഭവിച്ചത്? ഡിവിഷൻ ബെഞ്ച് യശ്വന്ത് ഷേണായിയുടെ അപ്പീൽ അനുവദിച്ചു. സിംഗിൾ ജഡ്ജിയുടെ വിധിയും അതുപോലെ ബാർ കൗൺസിൽ കൊടുത്ത ആ കാരണം കാണിക്കൽ നോട്ടീസും എക്സ്റ്റൻ P1 രണ്ടും റദ്ദാക്കി. അപ്പോൾ ഷേണായിക്കെതിരെയുള്ള ആ അച്ചടക്ക നടപടികൾ പൂർണ്ണമായി ഇല്ലാതായി. അതെ, പൂർണ്ണമായി ഇല്ലാതായി. അപ്പോ ഈ കേസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാന പാഠം ഈ നിയമപരമായ നടപടിക്രമങ്ങൾ, അധികാരപരിധി, ഇതൊക്കെ എത്ര കൃത്യമായി പാലിക്കണമെന്നുള്ളതാണ്, അല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ചും ഒരു വിഷയത്തിൽ കോടതി ഒരു തീർപ്പ് പറഞ്ഞതിന് ശേഷം സമാന്തരമായി മറ്റൊരു ഏജൻസി അതേ വിഷയത്തിൽ നടപടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇത് കാണിക്കുന്നുണ്ട്. ശരിയാണ്. അതോടൊപ്പം നിങ്ങൾക്കും ചിന്തിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്താണ്? അതായത്, ഒരാളുടെ ഒരേ പ്രവൃത്തിക്ക് കോടതിയലക്ഷ്യ നടപടിയും വരാം, പ്രൊഫഷണൽ അച്ചടക്ക നടപടിയും വരാം. ഇവ തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒന്ന് മറ്റൊന്നിനെ പൂർണ്ണമായി ഇല്ലാതാക്കുമോ, അതോ രണ്ടിനും അതിൻ്റേതായ നിലനിൽപ്പുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. അതുപോലെ ബാർ കൗൺസിൽ പോലുള്ള നിയന്ത്രണ സ്ഥാപനങ്ങളുടെ കാര്യങ്ങളിൽ കോടതികൾ എത്രത്തോളം ഇടപെടണം? ഈ ഒരു അധികാര സന്തുലനം, ചെക്സ് ആൻഡ് ബാലൻസസ്, നമ്മുടെ നിയമവ്യവസ്ഥയിൽ എത്രത്തോളം പ്രധാനമാണ്? ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാവുന്നതാണ്. തീർച്ചയായും. വളരെ പ്രധാനപ്പെട്ട ഒരു കേസും അതിലെ കണ്ടെത്തലുകളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. നന്ദി.